ഞാൻ ബോയ് ഫ്രണ്ട് ചെയ്യുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, 10th കയറുന്ന സമയത്താണ് പടത്തിലേക്ക് അവസരം വരുന്നത്. അതിനു മുമ്പ് 7th പഠിക്കുമ്പോഴാണ് സാറിനെ പോയി മീറ്റ് ചെയ്യുന്നത്. വിനയൻ സാറിന്റെ പടത്തിലൂടെയാണ് വരുന്നത്. ബോയ് ഫ്രണ്ട് ആയിരുന്നു. അപ്പം അന്ന് സാറ് പറഞ്ഞു ഒരു +2 കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞ് വിട്ടിട്ട് വീണ്ടും 10th പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഫോട്ടോസൊക്കെ കൊടുത്ത് അങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെടുന്നത്. അപ്പൊ ആ സമയം തൊട്ട് ഈ സിനിമയിലേക്ക്, അപ്പം നമ്മുടെ നാട്ടിൻപുറം ആകുമ്പോഴത്തേക്കും ചെറിയൊരു വാർത്ത മതി, ആളുകളെല്ലാം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് 7th അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്ന സമയം തൊട്ടേ ആളുകൾ പറഞ്ഞത് ആ കുട്ടീനെ സിനിമയിൽ എടുത്തുട്ടോ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ആ സിനിമ എടുത്തു, എല്ലാവരും സിനിമയിൽ എടുത്തു എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ എന്നെ ഞാൻ അഭിനയിക്കുമെന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവര്. കാരണം അവര് കുറ്റം പറയാൻ പറ്റില്ല. അതിനു മുമ്പ് ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നോ എവിടെയും ഞാൻ തെളിയിച്ചിട്ടുള്ള ഒരാളല്ല. നേരെ പോകുന്നു, സിനിമയിൽ പോകുന്നു, അഭിനയിക്കുന്നു. അതെങ്ങനെയൊക്കെയോ ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പം ഇല്ലാതെ, വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ തീർക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അങ്ങനെ ഒത്തിരി പിന്നെ നമുക്കൊരു സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. നല്ല സിനിമകൾ വരാനും അല്ലെങ്കിൽ ചെയ്ത സിനിമകൾ വിജയിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള കുറെ കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ പതുക്കെ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ലോഡ്ജാണ് അതിന്റെ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു സിനിമ. അത് കഴിഞ്ഞിട്ട് ഒരുപിടി നല്ല ചിത്രങ്ങൾ ചെയ്യാൻ പറ്റി. ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ആ സിനിമകൾ കുറവുണ്ടായിരുന്ന സമയത്തൊക്കെ പലപ്പോഴും ആളുകൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ രക്ഷപ്പെടാനൊക്കെ പാടായിരിക്കും കേട്ടോ, അങ്ങനെ പറയുള്ളൂ. അത് നമുക്ക് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു വിൽ പവറാണ്. എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു ഒരു എന്താ പറയാ, ഒരു വിശ്വാസം ഉണ്ടാവണം സ്വന്തം കഴിവിൽ, അല്ലെ നമ്മുടെ കഴിവ് നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവണം. അത് എപ്പോഴും തുടക്കം തൊട്ടേ ഉണ്ട്. കാരണം ഞാൻ ഭയങ്കര ഡെസ്പായി പോയാൽ പോലും കുറച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നും വേണ്ട, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഇനി പ്രൂവ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടൊരു നെക്സ്റ്റ് മിനിറ്റിൽ നമ്മൾ മാറും. അങ്ങനെ അല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ട്രിവാൻഡ്രം ലോഡ്ജ് ഒരു ഭയങ്കര ബ്രേക്ക് ആയിരുന്നു അല്ലേ? അപ്പൊ ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞ് ഞാനിങ്ങനെ ലൈക്ക് വിക്കിപീഡിയ ആണ് എന്റെ അടുത്ത് പറയാൻ, ഞാനല്ല, അതായത് പേര് മാറ്റാനൊക്കെ ഒരു ട്രൈ ചെയ്തു, ധ്വനിന്നാക്കി, പിന്നെ ഇല്ല ഹണി റോസ് തന്നെയാണ് കുറച്ചും കൂടെ നല്ലത്, അങ്ങനെ ഒരു സംഭവം നടന്നത്. അതെ, അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഹണി റോസ് പറഞ്ഞത്? എനിക്ക് തോന്നുന്നു നമ്മൾ ആ സിനിമകൾ അതുവരെയും ചെയ്ത സിനിമകൾ വലിയ വിജയമാവാത്തത് കൊണ്ടൊക്കെ എല്ലാവർക്കും ഈ കുട്ടീനെ വേണമെങ്കിൽ പേരൊന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കാം, ചിലപ്പം പേരിന്റെ ആണെങ്കിൽ അതങ്ങോട്ട് മാറിക്കോട്ടെ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പൊ വിക്കിപീഡിയ ആയാലും അനൂപിന്റെ ആയാലും ഒക്കെ ഒരു സജഷൻ ആയിരുന്നു അങ്ങനെ പേര് മാറ്റാം എന്നുള്ളത്. പിന്നെ ധ്വനി നല്ലൊരു പേരാണ്, കേൾക്കാൻ ഭയങ്കര രസമുള്ള ഒരു പേരാ. പക്ഷെ എനിക്ക് ചേരില്ല, കാരണം ധ്വനി ഞാൻ തന്നെ ഒരു പേര് എനിക്ക് പറയില്ല, അത് വേറെ കാര്യം. അപ്പൊ ആരെങ്കിലും ഒക്കെ ധ്വനി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതാരാണ് വിളിക്കുന്നത്, ഒരിക്കലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത്രയും വർഷമായിട്ട് ഹണി റോസ് എന്ന് വിളിച്ച് നമ്മൾ അതില് വില കേട്ടോണ്ടിരിക്കുന്ന ഒരു പേരില് ഒരിക്കലും പെട്ടെന്ന് മാറ്റുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. അപ്പൊ ഇങ്ങനെ ആളൊരു ടഫ് ടൈംസിൽ ആരായിരുന്നു ലൈഫിൽ ബെസ്റ്റ് സപ്പോർട്ട്? എന്റെ അച്ഛനും അമ്മയും ഡെഫിനറ്റ്ലി അവരെപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പില്ലേഴ്സ് ആണ്, എപ്പോഴും എന്റെ ഒപ്പം ഉണ്ടാവാറുണ്ട്.